എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ മണിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവരതിൻ്റെ ചുറ്റും വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പാല് കുറേശ്ശെ ഇവർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഭക്ഷണം ഇന്ന് കൊടുത്തു തുടങ്ങുകയാണ്. അവർ കഴിക്കുമോ നോക്കാമല്ലോ. കുറച്ച് ചോറിൽ ഇങ്ങനെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ടേ ഇവരുടെ ചിക്കൻ ഉണ്ടാക്കും ഞങ്ങൾ, എരിവൊന്നും ഇടാതെ. അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ്. ഒന്ന് കൊടുത്തു നോക്കട്ടെ കേട്ടോ. എവിടെയത് വെച്ചേ? വാ വാ, പോടെ പോടെ പോടെ. എന്നാ എന്നാ മണിക്കുട്ടിക്കുന്ന ഇനിയുണ്ടല്ലോ. 1 2 3 4 5 6 ഒരെണ്ണമില്ലേ? അന്നൊന്നും ചെയ്യണില്ല. അവർക്ക് നിങ്ങളിത് കൊടുത്തു വിട്ടാ. ഫുഡ് കഴിക്കുന്നുണ്ട് അവർ. ചോറ് ഇതാ എല്ലാവരും കഴിക്കുന്നുണ്ട്. കുറേശ്ശെ ആണെങ്കിലും കഴിക്കുന്നുണ്ട്. ഒരു തരീശനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. മണിക്കുട്ടിക്ക് ഞങ്ങൾ അപ്പുറത്ത് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നീക്കി വെച്ച് കൊടുത്തു. അതിപ്പോൾ ഫിനിഷാക്കുന്നുമുണ്ട്. കൊടുത്തതൊക്കെ ഇപ്പോൾ അവർ ഫിനിഷാക്കുന്നുമുണ്ട്. ഒരു തരീശ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും കഴിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവർ കുറേശ്ശെ ഭക്ഷണം കഴിച്ചു തുടങ്ങി, പാല് കുടിച്ചു തുടങ്ങി. അപ്പം ഇനി നമുക്ക് ഇവരെ കൊടുക്കാൻ 2 ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഈ ആഴ്ചയിൽ അത് അയച്ചു കൊടുക്കും. ഒരാൾ തിരുവനന്തപുരത്താണ്, ഒരാൾ പത്തനംതിട്ടയിലാണ്. പിന്നെ 5 ആൾ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തുവിടാനുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ആ ബുൾബുൾ കിളി കൂട് കൂട്ടി കുട്ടികളെ വിരിച്ച ആ പ്ലാന്റിൽ അവർ പോയി. ഇപ്പം ഇന്ന് വേറൊരു കിളി വന്നിട്ടുണ്ട് കേട്ടോ. ഹമ്മിങ് ബേഡ്സ് എന്ന് പറയില്ലേ, ചെറിയ കിളി, കൊക്ക നീണ്ടിട്ടുള്ളത്. അത് വന്നിട്ട് ഇന്നലെ തൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ. ഒരു ജോഡി വന്നിട്ട് ആ കൂടൊക്കെ ഒന്ന് അവർ സ്ട്രോങ് ആക്കുന്നുണ്ട്. അപ്പോൾ അതേ കൂട്ടിൽ തന്നെ അവർ മുട്ടയിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. മണിക്കുട്ടിയുടെ കഴിഞ്ഞിട്ടില്ല, പക്ഷെ കുഞ്ഞുങ്ങളുടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. നീക്ക് മുഴുവൻ കഴിക്കുക. പുറത്ത് നിന്നിട്ട് കഴിക്കുക. നിനക്ക് വേണ്ടേ? മതിയായ്യ നിനക്ക് മതിയായ്യ. ഇതാ വേഗം കഴിച്ചോ. അപ്പോൾ അവർ തീർക്കും. അപ്പോൾ അവർ തീർക്കൂട്ടാ. വേഗം കഴിക്കുമ്പോളോ ഇവിടെ ചെന്ന് കഴിക്കുക, നല്ല കിട്ടുക. അപ്പോൾ അതിൽ പ്ലേറ്റിൽ കയറി നിന്നിട്ടാണ് കഴിക്കണത്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ചോറാണ് കഴിച്ചത്. ചോറിൽ ഞങ്ങൾ ചിക്കൻ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് കേട്ടോ. കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും അത് അവർ ഫിനിഷാക്കി. മണിക്കുട്ടിക്ക് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഇവർ ഇതുപോലെ ഓടി വരുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഞങ്ങളൊന്ന് കൊടുത്തു നോക്കിയതാണ്. ഇപ്പോൾ 1 മാസമായി ഇവരെ. നാളേക്ക് 1 മാസമായി ഇവരെ പ്രസവിച്ചിട്ട്. ഇത് മുഴുവൻ കഴിക്കടി. കഴിഞ്ഞോ എല്ലാവരും നോക്കൊണ്ട് കഴിഞ്ഞപ്പോൾ. ഇനി എല്ലാവരും അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. ബഹളം ഉണ്ടാക്കാതെ അവിടെ കൊണ്ടുപോയി കിടത്തിയാൽ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. അതാ അമ്മയുടെ പാത്രത്തിലേക്ക് വന്നിട്ടുണ്ട് അവർ. അമ്മയുടെ പാത്രത്തിൽ കുറച്ച് ചോറിൻ്റെ പറ്റുകൾ ബാക്കിയുണ്ട്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ കയറി നിന്നിട്ടാണ് കഴിക്കണത്. അത് ചിലപ്പോൾ എരിവുണ്ടാവും കേട്ടോ അമ്മയുടെ.
അപ്പോൾ അവർ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവരെ അവിടെ കൊണ്ട് കിടത്തണം. ഇനി അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ബഹളമാണ്. പൂവനി നമുക്ക് ഇതാ ഒരു തരുവണിയുണ്ട് ഇവിടെ. ഇതും കൂടി തീർക്കുക, എല്ലാവരും കൂടി ഇതും കൂടി തീർക്കുക. അയ്യോ എന്ത് ബഹളമൊക്കെ കാണിക്കണേ. എന്നാ ഇനിയിപ്പോൾ അമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്, പാല് കുടിക്കാനൊന്നുണ്ട്. എന്നാ നിനക്കെന്നാ ഇതാ ഇവിടെ. അവളാ വെയിലത്ത് പോയിട്ടാണ് കിടന്നത്. മാറ്റി അവിടെ നിന്ന് അവളെ വെയിലത്തില്ല, ഞാൻ കുട്ടികളെ വെയിലത്ത് ചെന്ന് കിടക്കും. അതെയാ? എന്നാൽ കുറച്ച് വെയിൽ കൊള്ളിക്ക്. ഇവിടുന്ന് അങ്ങോട്ട് നടത്തിക്കൊണ്ടു പോകാം അല്ലേ? അപ്പോൾ വെയിൽ കൊള്ളും, കാല് പൊള്ളും അവരുടെ. ഒരാൾ മാത്രമേ ഇപ്പോൾ പാല് കുടിക്കണുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെയാണ്. അതാ വേറൊരാൾ കണ്ടുണ്ട്, ഇതാ പോകുന്നു. ഇല്ല, തിരിച്ചു. അപ്പോൾ എല്ലാവരും മണിക്കുട്ടിയുടെ അടുത്തേക്ക് എത്തി. ഇതാ മണിക്കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. ഇതാ നിന്നിട്ടാണ് കുടിക്കണം. അപ്പോൾ മണിക്കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അവളെ എണിച്ച് പോയി, ഉമ്മറത്തേക്ക് എണിച്ച് പോയി. ഇവരിപ്പോൾ അതൊക്കെ സ്റ്റെപ്പൊക്കെ കയറാൻ നോക്കി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോവും. കരയുന്നുണ്ട്. അമ്മ പോയപ്പോഴുള്ള ബഹളമാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ എണീറ്റ് പോയില്ലേ. ഇതപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കാലുമേലേക്ക് എത്തിയിട്ടുണ്ട്. 7 ആളും വന്നു ഞങ്ങളുടെ കാലിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തിങ്ങോട്ട് വരുന്നത്? അമ്മ അവിടേക്കാണ് പോയത്. അവിടേക്ക് കയറ്, ഉമ്മറത്തേക്ക് പോയി കയറ്. അമ്മ അവിടെ കിടക്കണ കണ്ടില്ലേ, അവിടേക്ക് പോയി കയറിക്കോ. മതി കേട്ടാ, ഇനി നമുക്ക് പോവാ. മതിയില്ലേ? മുണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോണ. ഇവരിപ്പോൾ അടുത്ത് വരുമ്പോൾ മുണ്ട് അഴിച്ചിടണം, ഇല്ലെങ്കിൽ അവരുടെ നഖം കാലുമ്പോൾ സ്ക്രാച്ച് ആവുക. നഖം നല്ല ഷാർപ്പായിട്ടുണ്ട്, അതുകൊണ്ട് സ്ക്രാച്ച് വീഴുകയാണ്. അപ്പോൾ ഞാൻ മുണ്ട് അഴിച്ചിട്ടിട്ട് അവരുടെ അടുത്ത് നിൽക്കുക ഇങ്ങനെ. മതി, പോവാ. എല്ലാവരും വാലാട്ടുണ്ട്. ഇവരൊക്കെ വാലാട്ടി തുടങ്ങി. കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, എല്ലാവരും വാലാട്ടുണ്ട്. പോവാ, കൂട്ടിലേക്ക് പോവാം നമുക്ക്. ഇന്ന് കുട്ടൂസ് വന്നില്ല. മറ്റത് കുട്ടൂസ് ഈ നേരത്ത് വരാറുണ്ട്. അവന് 2 പീസ് ചിക്കൻ കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് വന്നാൽ. അവനെ കണ്ടില്ലെന്ന്. കഴിഞ്ഞു. കിണ്ണൊക്കെ ഒരുവിധം കാലിയാക്കിയിട്ടുണ്ട്. 2 പ്ലേറ്റ് ഒരുവിധം കാലിയായിട്ടുണ്ട്. ഇതാ ഒരാൾ എൻ്റെ കാലുമ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തവനും വരുന്നുണ്ട്. പിന്നെ ഇതാ മണിക്കുട്ടി അവിടെ പോയി കിടന്നു. കുറച്ച് വെയിലത്താണ് കിടക്കണത്. 3 ആളിപ്പോൾ അവിടെ പോയിട്ട് അവളുടെ പാല് കുടിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.